പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എന്ന സംഘടന അടിയന്തരാവസ്ഥ കാലം മുതൽ ഇങ്ങോട്ട് ഇന്ത്യയുടെ ജനാധിപത്യ അവകാശ സംരക്ഷണത്തിൽ പ്രതിബദ്ധതയുള്ള അഭിഭാഷകരുടെ ഒരു സംഘടനയാണ്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ ജില്ലാ സമ്മേളനം ഈ വരുന്ന 20-ാം തീയതി തലശ്ശേരിയിൽ വെച്ച് നടക്കുക. ആ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി മട്ടന്നൂരിലും കൂത്തുപറമ്പിലും തലശ്ശേരിയിലും ഇതുപോലുള്ള സെമിനാറുകൾ നടത്താൻ സംഘടന തീരുമാനിക്കുകയുണ്ടായി. ഈ സെമിനാറിൽ പ്രധാനമായും ഇന്ത്യൻ ഭരണഘടനയും സമൂഹവും എന്ന പേരോടുകൂടി നമ്മുടെ രാജ്യത്തെ ഭരണഘടന നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവരണമാണ് ലോയേഴ്സ് യൂണിയൻ ഉദ്ദേശിക്കുന്നത്. ഞാനിന്നിവിടെ അതുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് ഈ ഭരണഘടന നിലവിൽ വന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണ്. 2, ആ ഭരണഘടന എന്താണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. 3, ഈ കഴിഞ്ഞ 69 വർഷക്കാലത്തെ അനുഭവത്തിനിടയിൽ ഈ ഭരണഘടനയ്ക്ക് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ. 4, ഇന്ന് എന്താണ് ഈ ഭരണഘടന ഇത്രയും കടുത്ത വെല്ലുവിളി നേരിടുന്നത്, ആരുടെ ഭാഗത്താണ് വെല്ലുവിളി നേരിടുന്നത്, എന്തുകൊണ്ടാണ് ഈ വെല്ലുവിളി, അതിനെ അതിജീവിക്കാൻ നമ്മൾ ഉത്തരവാദിത്തമാക്കുകയാണ്. ഈ 4 കാര്യങ്ങളാണ് വളരെ ചുരുക്കി നിങ്ങളുടെ മുമ്പാകെ വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടന്ന സുദീർഘമായ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമ്പത്താണ്, അതിൻ്റെ സ്വാംശീകരണമാണ്. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്നതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഇന്ത്യയുടെ മേലുള്ള ആധിപത്യം. ആ സാമ്രാജ്യത്വ ഭരണം അവസാനിപ്പിച്ചു നൂറ്റാണ്ടുകൾ നീണ്ട ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ലോകത്ത് ജനസംഖ്യയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ മഹാരാജ്യത്തെ ഒരു സ്വതന്ത്ര പരമാധികാര മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി കെട്ടിപ്പടുക്കാൻ കഴിയും എന്നതാണ് ഭരണഘടന മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ ശില്പികൾ കണ്ടത്. സാധാരണ നമുക്കെല്ലാം അറിയാം, ഒരു നിയമം അതിന് രൂപം കൊടുക്കുന്നത് ഒന്നുകിലോ പാർലമെൻറ്റാണ്, സംസ്ഥാനത്താണെങ്കിൽ അത് നിയമസഭയാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് പാർലമെന്റ് ഉണ്ടാക്കിയ നിയമവുമല്ല, നിയമസഭ ഉണ്ടാക്കിയ നിയമവുമല്ല. പിന്നെ ആരാ ഇതിന് ശില്പി? അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം കൂടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആമുഖത്തിൽ 1-ാമത്തെ വാചകം ഇങ്ങനെയാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഈ രാജ്യത്തെ ഭാരതീയർ. നമുക്ക് ഉത്തമ വിശ്വാസമുള്ളതിനാൽ നമ്മൾ സ്വയം തീരുമാനിക്കുന്നു ഇന്ത്യ രാജ്യത്തെ ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി കെട്ടിപ്പടുക്കുക. അതിനുവേണ്ടി ഇന്ത്യയിലെ ജനങ്ങളാകെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ നിയമത്തിന് രൂപം കൊടുക്കും. 284 ആളുകളെ
ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമായി ജനങ്ങൾ ഈ ആവശ്യത്തിന് വേണ്ടി മാത്രമായി തിരഞ്ഞെടുത്തു. അതിന് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച സമിതിക്ക് പേര് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാണ്, ഭരണഘടനാ നിർമ്മാണ സഭ. ആ ഭരണഘടനാ നിർമ്മാണ സഭയിലെ 284 ആളുകൾ 1949 നവംബർ മാസം 26-ാം തീയതി ഒപ്പുവെച്ച് അംഗീകരിച്ച നിയമസംഹിതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന. ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഭരണഘടനയാണോ? നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. എഴുതപ്പെട്ട ഭരണഘടനയിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടന പരിശോധിച്ചാൽ ഏറ്റവും ദൈർഘ്യമുള്ള ഭരണഘടന നമ്മുടെ ഭരണഘടന. അത് എഴുതി തീർക്കാൻ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1,45,000 വാക്കുകൾ ഉപയോഗിച്ചു. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ 1,45,000 വാക്കുകൾ ഉപയോഗിച്ച് എഴുതി തീർത്ത ഭരണഘടനയാണ്. അതിന് പ്രത്യേകത എന്താ? ലോകത്തിന്റെ നാനാഭാഗത്തുള്ള സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ നിയമങ്ങളാകെ പഠിച്ച് അതിൻ്റെ എല്ലാ നല്ല വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപം. അമേരിക്കൻ ഭരണഘടനയുടെ അംശങ്ങൾ അതിലുണ്ട്. സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയുടെ നല്ല വശങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്ത് എവിടെയെല്ലാം നിയമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം പഠിച്ചു. അതെല്ലാം പഠിച്ചംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ മഹാരാജ്യത്തിൻ്റെ നാളേക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്താൻ ഭരണഘടനാ ശില്പികൾ മുൻകൈയെടുത്തു. ആ ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ മാസം 26-ാം തീയതി അംഗീകരിച്ച് അന്നെ തീരുമാനിച്ചു ഇത് നടപ്പിൽ വരിക 1950 ജനുവരി മാസം 26-ാം തീയതി മുതൽ. ഈ മാസം 26-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇതിന് 69 വയസ്സ് പൂർത്തിയാണ്. ഈ 69 വയസ്സിനിടയിൽ ഈ ഭരണഘടന എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടും നിങ്ങൾ ആലോചിച്ചു. ഇതിനിടയിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച്. ശബരിമലയിൽ പോകുന്നൊരു വിഷയം മാത്രമല്ല ഭരണഘടനയ്ക്ക് നേരിടുള്ള വെല്ലുവിളി. അതിപ്പോഴൊരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമെന്ന് മാത്രമേ എനിക്ക് കാണാനില്ല. ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നവരുടെ ശബരിമലയാണ് എന്നൊന്നും പറയാൻ ഞാനില്ല. ഇന്ത്യൻ ഭരണഘടന നേരിട്ട ഏറ്റവും കടുത്ത വെല്ലുവിളി 1975 ജൂൺ മാസം 26-ാം തീയതി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയായിരുന്നു. ഈ നിയമം വേണ്ടെന്ന് പറഞ്ഞു. ആ ഭരണഘടനാബദ്ധമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങളാണ് കൊടുത്തത് അത് മുഴുവൻ റദ്ദാക്കാൻ തീരുമാനിച്ചു. സുപ്രീം കോടതി അന്ന് ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ ചൊൽപ്പടിക്കുന്നു. ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഈ രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ കിടന്ന് കളിച്ചു. ഈ നാട് അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയിലേക്ക് കാലുവെഴുതി വീണു. ഒരു തരത്തിലുള്ള ജനാധിപത്യ അവകാശങ്ങൾ സമ്മതിക്കാത്ത അവസ്ഥ വന്നു. പലരും പറഞ്ഞു ഇതാ തീർന്നു, ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം തകർന്നടിഞ്ഞിരിക്കുന്നു. എന്നാൽ 19 മാസക്കാലത്തെ പോരാട്ടം കൊണ്ട് ഈ നാട്ടിലെ ജനത ഭരണഘടനയെ തിരിച്ചെടുത്തു. ഭരണഘടന തിരിച്ചെടുത്തുകൊണ്ട് ഭരണഘടന നേരിട്ടിരിക്കുന്ന വെല്ലുവിളി അവസാനിപ്പിച്ച് ജനാധിപത്യത്തിന്റെ പുതിയ അന്തരീക്ഷത്തിലേക്ക് ഈ രാജ്യത്തെ തിരിച്ചു വന്നു. നിങ്ങൾ നോക്കി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും രണ്ടാക്കി മാറ്റിക്കൊണ്ടാണ് സ്വതന്ത്ര ഇന്ത്യക്ക് രൂപം കൊടുത്തത് ബ്രിട്ടീഷുകാർ. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി. വളരെ ലളിതമായിട്ട് നമുക്കിത് പറയാം. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി പിരിയും. എത്ര ലക്ഷങ്ങളാണ് മരിച്ചു വീണത് ഈ രാജ്യത്ത്.
ഭരണഘടന എഴുതി തയ്യാറാവുന്ന ഒരു കാലം നിങ്ങൾ മനസ്സിലാലോചിക്കണം. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമായി രൂപാന്തരപ്പെട്ടപ്പോൾ ഈ നാട്ടിൽ ഹിന്ദുവും മുസൽമാനും എന്ന് വേർതിരിച്ചുകൊണ്ട് കൊടും ക്രൂരമായ കലാപങ്ങൾ, ആയിരങ്ങൾ ലക്ഷങ്ങൾ വീടില്ലാത്തവരായി മാറി, ഈ നാട്ടിൽ ജീവിതമില്ലാത്തവരായി മാറി, പരസ്പര ശത്രുക്കളായി മാറി. ഈ നാട് ആരുടേത്? ഹിന്ദുവിൻ്റെതാണോ ഇസ്ലാമിൻ്റെതാണോ? ആരുടേതാണ് ഈ നാട്? ഈ ചോദ്യം ഉയർന്നു വന്നു രാജ്യത്തിന്റെ നാനാമേഖലയിൽ. അതായിരുന്നു 47 ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്നുള്ള ഇന്ത്യയുടെ പശ്ചാത്തലം. ആ ഘട്ടത്തിലാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. എന്തിനാ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്? ആരാ വെടിവെച്ചു കൊന്നത്? ഈ രാജ്യത്തെ ശിഥിലീകരിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നടന്ന രാഷ്ട്രത്തിന്റെ കൊലപാതകമായിരുന്നു മഹാത്മാഗാന്ധിയുടെ കൊലപാതകം. മഹാത്മാഗാന്ധിയുടെ രക്തം തെറിച്ച് വീണ ഒരു നിയമസംഹിതയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഈ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നവർ ഉദ്ദേശിച്ചത് ഇന്ത്യക്കകത്ത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ സിഖുകാരനെന്നോ ജൈനനെന്നോ ബുദ്ധമതക്കാരനെന്നോ വേർതിരിവില്ലാതെ, എന്നാൽ അതാതാളുടെ മതത്തിൽ വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തിനകത്ത് ഇന്ത്യക്കാരനായി ജീവിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവണം. ഇന്ത്യക്കാരൻ ജീവിക്കുന്ന നാടായിട്ട് ഈ നാട് മാറണം. അതാണ് ഈ ഭരണഘടനാ നിർമ്മാണത്തിന്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത. എങ്ങനെ ഇന്ത്യ ഭരിക്കപ്പെടണം വ്യക്തമായി എഴുതി വെച്ചു. 3 തട്ടുകളായി ഈ രാജ്യം ഭരിക്കണം. പാർലമെന്റും നിയമസഭകളും അടങ്ങുന്ന ലെജിസ്ലേച്ചർ സംവിധാനം, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കേന്ദ്രത്തിലും മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സംസ്ഥാനത്തും ചേരുന്ന എക്സിക്യൂട്ടീവ്, സുപ്രീം കോടതിയും ഹൈക്കോടതികളും ജില്ലാ കോടതികളും അതിന് ചോടെയുള്ള കോടതികളുമെല്ലാം ഉൾക്കൊള്ളുന്ന ജുഡീഷ്യറി. ഈ 3 തൂണുകൾ നിശ്ചയിച്ചു ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തിന് വേണ്ടി. ആ 3 തൂണുകൾ നിന്നുകൊണ്ട് ഈ രാജ്യം ഭരിക്കണം. ഒന്ന് മറ്റൊന്നിൽ കയ്യേറാതെ ഈ ഭരണഘടനയുടെ 4 അതിരുകൾക്കകത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം കൊടുത്തു നിയമസഭയ്ക്കും പാർലമെന്റിനും. ആ നിയമസഭയ്ക്കും പാർലമെന്റിനും വിധേയമായിട്ട് ഭരിക്കാൻ എക്സിക്യൂട്ടീവിന് അധികാരം കൊടുത്തു ഈ രാജ്യത്ത്. ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ ആരെങ്കിലും കയ്യേറുന്നുണ്ടെങ്കിൽ അവിടെ റിട്ട് എന്ന പേരിൽ ഇടപെട്ട് ഉത്തരവ് കൊടുക്കാൻ കോടതികൾക്കും അധികാരം കൊടുത്തു. ഇതെല്ലാം നമ്മുടെ ഭരണഘടന എഴുതി വെച്ചതാണ്. അതിനകത്ത് പറഞ്ഞു നമ്മൾ ഇന്ത്യക്കാർ അവർ മൗലിക അവകാശമുള്ളവരാണ്. 6 മൗലിക അവകാശങ്ങളും 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും. എന്താ മൗലിക അവകാശം? എനിക്ക് സമത്വമാണ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് വഴി നടക്കാൻ അവകാശമുണ്ട്, എവിടെയും പോയി താമസിക്കാം, ഏത് മതത്തിലും വിശ്വസിക്കാം, ആരും എന്നെ തടയില്ല. നിയമാനുസൃതമായി ഈ രാജ്യത്ത് എനിക്ക് ദൈവത്തിന്റെ പരിരക്ഷ നേടാൻ അവകാശമുണ്ട്. ഞാൻ സർവതന്ത്ര സ്വതന്ത്രനായ ഭാരതീയനാണ്. സ്ത്രീ എന്നോ പുരുഷനെന്നോ എനിക്ക് വേർതിരിവില്ല, ജാതിമത വേർതിരിവില്ല. അതുപോലെ തന്നെ എനിക്ക് പത്രസ്വാതന്ത്ര്യം അനുവദിച്ചു തന്നു, സ്വാതന്ത്ര്യമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നു, വഴി നടക്കാൻ സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നു, ആരാധന സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നു. ഇതെല്ലാം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിയമദത്തമായ ഇന്ത്യൻ ഭരണഘടന അതിന് മുമ്പുള്ള അവസ്ഥയെ നിരോധിച്ചുകൊണ്ടുണ്ടാക്കിയതാണ്. നമ്മൾ അവിടെയാണ് കാണേണ്ടത്. ഈ ഭരണഘടന വരുന്നതിന് മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥ? ഇന്നിപ്പോ പലരും വാളെടുത്ത് ഇവിടെ ബഹളം വെക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പുതുതായി പുറപ്പെട്ടതാണ്. അല്ല,
നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിലും ഭരണഘടന നിലവിൽ വരുന്ന ഘട്ടത്തിലും എന്തായിരുന്നു ഇന്ത്യ രാജ്യത്തെ പ്രാചീന ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള നിയമസംഹിത? അവിടെയാണ് ഈ ആചാരങ്ങൾ പ്രധാനമായിട്ട് വരുന്നത്. ആചാരങ്ങളായിരുന്നു. എന്താണ് ആചാരം? മനുഷ്യരെല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയാത്ത ആചാരം. മനുഷ്യരെല്ലാവർക്കും ഒരു കടത്തിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കാൻ പാടില്ലാത്ത ആചാരം. പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാൻ അവകാശമില്ലാത്ത ആചാരം. പാവപ്പെട്ടവൻ അന്നത്തെ പ്രമാണിമാരുടെ മുന്നിൽ പുഴുക്കളെ പോലെ ഇഴഞ്ഞ് ജീവിക്കേണ്ടി വന്ന ആചാരം. ഇതെല്ലാം ആചാരമാണ്. എവിടെ നിന്ന് ഈ ആചാരം വന്നു? ഈ ആചാരം വന്നത് ആര്യന്മാരുടെ മേൽക്കൈയോടുകൂടിയിട്ട് ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട നീതിശാസ്ത്രത്തിന്റെ ഭാഗമായാണ്. ഇന്ന് എന്ത് ആചാരം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിരുന്നു. ആ ആചാരങ്ങളുടെ വേരെവിടെ? അന്നത്തെ നിയമസംഹിതയ്ക്ക് പേര് പറയുന്ന സ്മൃതികൾ എന്നാണ്. സ്മൃതികൾ. എന്താ സ്മൃതി? മനു എന്ന മഹർഷി എഴുതിയുണ്ടാക്കിയ സ്മൃതി, പരാശരൻ എന്ന മഹർഷി എഴുതിയുണ്ടാക്കിയ സ്മൃതി, ഇതുപോലുള്ള മറ്റ് മഹർഷിമാർ എഴുതിയുണ്ടാക്കിയ സ്മൃതികൾ, അതാണ് നിയമസംഹിത. മനുവാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായിട്ട് അറിയപ്പെട്ട മഹർഷി. അദ്ദേഹം എഴുതിയുണ്ടാക്കിയ നിയമവ്യവസ്ഥക്കാണ് മനുസ്മൃതി എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വർണ്ണാശ്രമവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ എല്ലാ നിയമങ്ങളുടെയും അടിത്തറ ചകഞ്ഞ് നിങ്ങൾ ചെന്നാൽ നിങ്ങൾ എത്തിപ്പെടുന്ന സ്ഥലം മനുസ്മൃതിയായിരിക്കും. എന്താ മനുസ്മൃതി? സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്. എപ്പോഴെങ്കിലും സ്ത്രീകൾക്ക് അവകാശമുണ്ടോ? ഒരിക്കലും. ഇന്ന് പലരും പറയുന്നത് സ്ത്രീകളോട് വിരോധമില്ല, അതൊരു പ്രത്യേക പ്രായക്കാരായ സ്ത്രീകളുടെ വിരോധമുള്ളൂ. അവർ മനുസ്മൃതിക്കെതിരായിട്ടാണ് പറയുന്നത്. തൽക്കാലം നമ്മളെ പറ്റിക്കാൻ മനുസ്മൃതി പറഞ്ഞു, സ്ത്രീ അവൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവളെ അച്ഛൻ സംരക്ഷിക്കണം. യൗവനത്തിലായാലോ ഭർത്താവ് സംരക്ഷിക്കണം. ആ കാലം കഴിഞ്ഞാൽ വാർദ്ധക്യഘട്ടമായാൽ പുത്രൻ സംരക്ഷിക്കണം. അവിടെ നിർത്തിയില്ല. അച്ഛൻ സംരക്ഷിക്കുന്നേ മനസ്സിലാക്കാം, ഭർത്താവ് സംരക്ഷിക്കുന്നേ മനസ്സിലാക്കാം, മകൻ സംരക്ഷിക്കുന്നേ മനസ്സിലാക്കാം. അതിനുശേഷമോ മനുസ്മൃതിയിൽ ഒരു മടിയും കൂടാതെ എഴുതി വെച്ചു, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. പിതാരക്ഷതി കൗമാരെ, ഭർത്താരക്ഷതി യൗവനെ, പുത്രോരക്ഷതി വാർദ്ധക്യേ, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഈ പെണ്ണായി ജനിച്ച ഒരൊറ്റ എണ്ണത്തിനും ഈ അധ്യക്ഷ ഉൾപ്പെടെയുള്ള ഒരാൾക്കും ഒരു സ്വാതന്ത്ര്യമില്ല. മനുസ്മൃതി. ഇതായിരുന്നു ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പും പൗരാവകാശം നിലവിൽ വരുന്നതിന് മുമ്പും 17-ാം വകുപ്പ് ഭരണഘടനയുടെ 17-ാം അനുച്ഛേദം വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിരോധിക്കുന്നതിന് മുമ്പ് ഈ അവസ്ഥ. എന്തേ പാവപ്പെട്ടവൻ ശൂദ്രൻ എന്നാണ് അവനെ വിളിക്കുക. ഇനി ആ പാവപ്പെട്ടവൻ എന്ന് പറയുന്നത് നമ്മളെ ഭാഷയാണ്. മനുസ്മൃതിയുടെ ഭാഷയിൽ അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ഭാഷയിൽ ശൂദ്രൻ എന്നാണ്. ആ ശൂദ്രന് മറ്റു മനുഷ്യന്റെ അവകാശമുണ്ടോ? അവൻ മനുഷ്യനല്ല. അവൻ മനുഷ്യനല്ല. അവൻ ഈ നാട്ടിൽ നട്ടൽ ഉയർത്തിക്കാൻ പറ്റില്ല. അവന് വസ്ത്രം ധരിക്കാൻ പറ്റില്ല. അവന് പൊതുവഴി നടക്കാൻ പറ്റില്ല. ഇവിടെ ഈ വല്ലാതെ വാചക പിടിച്ച് നടക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഡോക്ടർ അംബേദ്കറെ കുറിച്ച് ഈ മനുസ്മൃതിയിലെ അറിയണം. അംബേദ്കർ മഹാനായ ഭരണഘടന
ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി ഭരണഘടനയുടെ ശില്പിയാണ്. അദ്ദേഹം സംഘപരിവാറാണ് എന്ന് എഴുതി വെച്ചതാണ്. അവർ മനസ്സിലാക്കണം കേട്ടോ. 1927 അംബേദ്കറുടെ നല്ല യൗവനകാലം. അദ്ദേഹം നല്ല മാർക്ക് വാങ്ങി ജയിച്ചു. 27 മുമ്പുള്ള അവസ്ഥ ഞാൻ പറയുന്നു. നല്ല മാർക്ക് വാങ്ങി ജയിച്ചു. രാജാവ് ജോലി കൊടുത്തു. പക്ഷെ ദളിതനാണ്. ജോലി പ്രവേശിക്കാൻ സമ്മതിച്ചില്ല അന്നത്തെ സവർണ മേധാവിത്വം. അദ്ദേഹം ജോലി വിട്ടു. ദളിതന്മാരെ സംഘടിപ്പിക്കാൻ പുറപ്പെട്ടു. മഹാരാഷ്ട്രയിൽ കൊങ്കൺ പ്രദേശം നിങ്ങൾക്കറിയും. നമ്മളിപ്പോൾ പുതിയ തീവണ്ടി ലൈൻ വന്ന പ്രദേശമാണ് ഈ കൊങ്കൺ പ്രദേശം. കൊങ്കൺ റെയിൽവേ എന്നാണ് പേര്, ബോംബെയിലേക്കുള്ള ട്രെയിൻ. ആ കൊങ്കൺ പ്രദേശം 1927 ആയിരക്കണക്കിന് ദളിതന്മാരെ സംഘടിപ്പിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സമരം പറയുന്നതെന്ന് പറയുന്നത് നിങ്ങൾ മനുസ്മൃതി ദഹനം. ഞാൻ നേരത്തെ ഈ പറഞ്ഞ എല്ലാ ദുരാചാരങ്ങൾക്കും വേണ്ടി എഴുതി തയ്യാറാക്കി ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് പ്രാചീന ഭാരതത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ സാമൂഹ്യ ജീവിതത്തിൽ അടിച്ചേൽപ്പിച്ച സവർണ മേധാവിത്വത്തിന് വേണ്ടി എഴുതി തയ്യാറാക്കിയ അന്നത്തെ നിയമം, ആ നിയമപുസ്തകം കത്തിക്കാൻ തീരുമാനിച്ചു. ആയിരക്കണക്കിന് വൈദ്യന്മാരുള്ള സമ്മേളനത്തിൽ വെച്ച് ആദ്യം അംബേദ്കർ തന്നെ തീവച്ചു. ചരിത്രം രേഖപ്പെടുത്തിയത് അതുപോലെ 50,000 മനുസ്മൃതികൾ അംബേദ്കറുടെ നേതൃത്വത്തിൽ കത്തിച്ചു. ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഘട്ടമാണ്. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റക്കല്ലിൽ കൊത്തിവെച്ച ഒരു സമരരൂപമായിരുന്നില്ല. അതിന് വ്യത്യസ്ത മുഖങ്ങളുണ്ട്, വ്യത്യസ്ത ധാരകളുണ്ട്. ഒരു ഭാഗത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ സമരമാണ്. മറ്റൊരു ഭാഗത്ത് ഇന്ത്യക്കാരന് ഈ നാട്ടിൽ മനുഷ്യനായി ജീവിക്കാനും വഴി നടക്കാനും വേണ്ടിയിട്ട് ഈ മനുസ്മൃതിക്കാർക്കെതിരായിട്ടുള്ള സമരമാണ്. മനുസ്മൃതിക്കാർക്കെതിരായിട്ടുള്ള സമരം. ആ മനുസ്മൃതിക്കെതിരായിട്ടുള്ള സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അന്നത്തെ ഫ്യൂഡൽ മാടമ്പികൾ, ജന്മിമാർ, പ്രമാണിമാർ, അവർ ഈ നാട്ടിൽ പാവപ്പെട്ടവന് കുടിലിൽ പോലും കിടന്നുറങ്ങാൻ അവകാശമില്ലാതെ ആ കുടിൽ ഇഷ്ടം പോലെ തീവക്കാനും അടിച്ചിറക്കാനും കുടിയിറക്കാനും കഴിയുമായിരുന്ന നാടായിരുന്നു ഈ നാട്. ആ ജന്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം, തൊഴിലാളികളുടെയും കൃഷിക്കാരന്റെയും പോരാട്ടം, ഇങ്ങനെ വ്യത്യസ്ത ധാരകളിൽ രാജ്യത്തിന്റെ നാനാമേഖല ഉയർന്നു വന്നിരിക്കുന്ന പോരാട്ടമാണ് ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന ഒറ്റ പേരിൽ നാം വിളിക്കുന്ന സമരം. അല്ലാതെ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു പിക്കറ്റിംഗ് നടത്താൻ തീരുമാനിച്ചു നടത്തിയ സമരമല്ലത്. വ്യത്യസ്ത ധാരകളിൽ കോടാനുകോടി ഭാരതീയൻ പങ്കെടുത്ത പോരാട്ടമാണ്. ആ പോരാട്ട ഭൂമികളിലാകെ ഉയർന്നു വന്ന ഈ നാട്ടിലെ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും പീഡനങ്ങൾക്കും അന്ത്യം കുറിക്കാൻ വേണ്ടി ആ വിചാരങ്ങളുടെ പ്രതിഫലനമാണ് 49 നവംബർ മാസം 26-ാം തീയതി അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയെന്ന് നമ്മൾ കാണണം. ആ ഭരണഘടനയാണ് ഈ രാജ്യത്തെ ഇത് പിടിച്ചു നിർത്തുന്നത്. നമുക്കുള്ള പൗരാവകാശം, ഇന്ത്യക്കാരെ തൊഴിലെടുക്കാനുള്ള അവകാശം, സ്ത്രീ പുരുഷ സമത്വം, നമുക്കുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം കൂടി ചേർന്ന ഭരണഘടന ഈ രാജ്യത്ത് നിയമാനുസൃതമായി അംഗീകരിച്ച ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഞങ്ങൾ അംഗീകരിക്കില്ലെന്നാണ് ചിലർ പറയുന്നത്. പിന്നെ അവർ ആരെ അംഗീകരിക്കണം? നിങ്ങൾ ആലോചിച്ചു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് എത്ര രാജ്യങ്ങളായിരുന്നു? എത്ര നാട്ടുരാജ്യങ്ങളായിരുന്നു? നമ്മൾ ചെറുക്കൽ കോവിലകത്തിന്റെ കീഴിലല്ലേ വരിക? പക്ഷേ കോട്ടയം രാജാവിന്റെ കീഴിലാണ്. കോട്ടയം രാജാവിന്റെ കീഴിലാണ്. കുറച്ചപ്പുറം ചെന്നാൽ ചെറുക്കൽ രാജാവിന്റെ കീഴിലാണ്.
കണ്ണൂർ ടൗണിലെത്തി പോയാൽ അറക്കൽ രാജാവിന്റെ കീഴിലാണ്. എത്ര രാജകുടുംബങ്ങൾ! ഇപ്പം വലിയ വാർത്താ പ്രാധാന്യം നേടിയ പന്തളത്തെ രാജാവ് പോലും യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവിന് മുമ്പിൽ എല്ലാം പട്ടും വളയും എല്ലാം കൊടുത്ത് കീഴടങ്ങി സാഷ്ടാംഗം പ്രണമിച്ചതാണ് പന്തളം രാജാവെങ്കിലും അതൊരു രാജകുടുംബമായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കണമെന്നാണോ ഭരണഘടന നിരാകരിക്കണമെന്ന് പറയുന്നവർ പറയുന്നത്? അന്നെല്ലാം അവിടെ ഈ പ്രജകൾക്ക് വേണ്ടി ആചാരങ്ങളുണ്ട്. മറ്റു രാജാവിന്റെ പ്രജകൾ ശത്രുക്കളായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെയാണെങ്കിൽ കോട്ടയം രാജാവിന്റെ പ്രജകളും ചിറക്കൽ രാജാവിന്റെ പ്രജകളും ഇന്ന് ഈ കണ്ണൂരിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുമോ? അത് പുനഃസ്ഥാപിക്കണമെന്നാണോ പറയുന്നത്? ആ ആചാരങ്ങളെല്ലാം പുനഃസ്ഥാപിക്കണമെന്നാണോ പറയുന്നത്? അപ്പോൾ ഇന്ത്യ എന്ന ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ ആചാരങ്ങളല്ല പ്രധാനം, ഈ രാജ്യത്തിന്റെ നിയമങ്ങളാണ് പ്രധാനം. ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ ഈ പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നതാണ്. ഈ നിയമങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ നമ്മുടെ നാടിന് ഈ ഭരണഘടനയെ സംരക്ഷിക്കാനും അടിയന്തരാവസ്ഥയെ അറബിക്കടലിൽ കൊണ്ടുപോയി താഴ്ത്താനും കഴിഞ്ഞു. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ പറഞ്ഞത് ഇത് പാർലമെന്റിന്റെ സൃഷ്ടിയല്ല. പാർലമെന്റിൽ ഭരണഘടന വേണ്ടെന്ന് വെക്കാൻ അവകാശമില്ല. ഈ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങളാണ് സൃഷ്ടാക്കൾ. അടിയന്തരാവസ്ഥ വന്നപ്പോ പാർലമെന്റ് അന്നത്തെ എക്സിക്യൂട്ടീവിന്റെ കയ്യിലാണ്. സ്വതന്ത്രമാണ് പാർലമെന്റ്, ലെജിസ്ലേച്ചർ നിലയിൽ ഭരണഘടന അനുസരിച്ചു. എന്നാൽ ആ ലെജിസ്ലേച്ചറിന്റെ മേലെയും ജുഡീഷ്യറിയുടെ മേലെയും വന്ന് എക്സിക്യൂട്ടീവ് പിടിമുറുക്കി. പിന്നെ ആരും നിയന്ത്രിക്കും? ആരുമില്ലാതായി. അപ്പോഴാണ് ജനങ്ങളുടെ പോരാട്ടം ഉയർന്നു വന്നത്. ആ ജനകീയ പോരാട്ടമാണ് ഈ ഭരണത്തെ രക്ഷിച്ചത്. നിങ്ങൾ നോക്കി, ഇതുപോലെ ഞങ്ങൾക്ക് ഇന്ത്യ വേണ്ട, ഞങ്ങളുടെ ഈ രാജ്യത്ത് ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾക്ക് ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണം. രാജ്യത്ത് ഉയർന്നു വന്നൊരു ആക്രമണമാണ്, ഭരണഘടന നേരിട്ടൊരു ആക്രമണമാണ്. ഖലിസ്ഥാൻ വാദം, പ്രാദേശിക പോരാട്ടം, വിഭജനവാദം, ആസാമികൾക്ക് പോരാട്ടം. ഇതിന്റെ മറ്റൊരു രൂപമായിരുന്നു ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് അരങ്ങേറിയിരിക്കുന്ന നിയമവിരുദ്ധ വിളയാട്ടം. എല്ലാം ഈ രാജ്യം നേരിട്ടു. ഇന്ത്യൻ ജനതയെ ഛിന്ന ഭിന്നമാക്കി വേറെ വേറെ ചിന്തകളിലേക്ക് പോയി. ഒരുമിച്ച് നിൽക്കുന്ന ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ട ഭാരതീയരെ പല തട്ടുകളിലാക്കി തകർക്കുന്ന ആക്രമണങ്ങൾ വന്നു. ഇതിനെയെല്ലാം നമ്മൾ എങ്ങനെ നേരിട്ട്, നമ്മൾ എങ്ങനെ ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നു? എങ്ങനെ നേരിട്ടത്? ആ നേരിട്ടത് ഈ ഭരണഘടനയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ നേരിട്ടത്. നിങ്ങൾ നോക്കി, അധികാരത്തിലിരിക്കുന്ന ഭരണകക്ഷി ചെയ്യുന്ന മറ്റൊരു പണി നോക്കും. സംസ്ഥാനം ഭരിക്കുന്നവർ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അപ്പൊ എന്ത് വേണം? അവർക്ക് ഈ രാജ്യത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് എന്ന നിലയിൽ ആ ഗവൺമെന്റ് തുടരാൻ അവകാശമുണ്ട്. ആ തുടരാനുള്ള അവകാശം കേന്ദ്രത്തിലെ എക്സിക്യൂട്ടീവ് അംഗീകരിക്കണം, സംസ്ഥാനത്തെ എക്സിക്യൂട്ടീവ് അംഗീകരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ മുടങ്ങിക്കേട്ടൊരു ശബ്ദമുണ്ട്, കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടുക. മഹാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ വന്നു, കൊല്ലത്ത് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞെന്നറിയാം. അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിൽ പാപികളുടെ നാടാക്കി മാറ്റിയെന്ന്. എന്താ പാപികളുടെ നാടാക്കി മാറ്റിയത്? ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 28-ാം തീയതി നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി 12 കൊല്ലത്തെ വാദവിവാദങ്ങൾക്ക് ശേഷം ഒരു വിധി പുറപ്പെടുവിച്ചു. അതാണ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന
ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് കയറാമോ ഇല്ലയോ എന്ന് പറയുന്ന വിഷയം. ആ വിഷയത്തിൽ സുപ്രീം കോടതിയാണ് പറഞ്ഞത്. നിങ്ങളും ഞാനും കൂടി ഒരു തർക്കത്തിൽ കേസ് പറയുന്നു ചോദിച്ചു. ചിലപ്പോൾ അതിർത്തി തർക്കമാവാം, സ്വത്തവകാശ തർക്കമാവാം, എന്തുമാവാം. നിങ്ങളും കക്ഷി ഞാനും കക്ഷി, നമ്മൾ രണ്ടാളും കോടതിയിൽ പോയി. കോടതിയിൽ നമ്മൾ രണ്ടാളും പോയാൽ കോടതി പറയുന്ന കേൾക്കാൻ നിങ്ങളും ഞാനും ബാധ്യസ്ഥനല്ലേ? അല്ലേ? പിന്നെ അവിടെ പോകാൻ പാടുണ്ടോ? ഇന്ന് ഈ കലാപത്തിന് കൊടിപിടിച്ച് നടക്കുന്ന മുഴുവൻ ആളുകളും ആ കേസിൽ കക്ഷികളാണ്. ഇന്നലെ കേരളത്തിലെ ഗവൺമെന്റ് മുഖത്ത് നോക്കിയിട്ട് മഹാഭാവികളെ എന്ന് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൽ കക്ഷിയാണ്. അദ്ദേഹത്തിന്റെ വക്കീൽ അവിടെ ഉണ്ടായിരുന്നു, കേന്ദ്ര ഗവൺമെന്റ് അഭിഭാഷകനായിട്ട്. ഇവരുടെ എല്ലാം വാദങ്ങൾ കേട്ട് സുപ്രീം കോടതി പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ടായി കാണാൻ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം അനുവദിക്കുന്നില്ല. എല്ലാവർക്കും സമമായി ജീവിക്കാൻ മാത്രമേ ഭരണഘടന അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ആചാരങ്ങൾ ആചാരമായിട്ട് നിൽക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു പ്രാദേശിക ആചാരങ്ങളെയും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഭരണഘടന ഒരു പൗരന് കൊടുത്തിരിക്കുന്ന മൗലിക അവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. അതിന്റെ മേലെ ഏത് ആചാരം കൈവച്ചാലും ആ ആചാരം നിയമപരമായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കാത്തതാണ്. ഇവിടെയുള്ള ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഈ കൂടെ നിൽക്കുന്ന ആളുകൾ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സന്ധ്യാനേരത്ത് കുളിച്ച് നിർബന്ധമായിട്ടും ചമ്പ്രം പടിഞ്ഞിരുന്ന് ഒരു വിളക്കിന്റെ മുമ്പിൽ നിന്ന് രാമനാമം ജപിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴൊന്നും ആചാരമായിട്ട് നിൽക്കുന്നില്ലെങ്കിലും മുമ്പ് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് നന്നായിട്ട് അറിയാം, അത് ഒരു വീട്ടിലെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. അന്ന് നമ്മൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് രാമനാമം ജപിച്ചത്. ഇന്ന് രാമനാമം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അങ്ങേയറ്റം വിശ്വാസത്തോടു കൂടിയിട്ട് ബഹുമാനത്തോടു കൂടിയിട്ട് ഉച്ചരിച്ച രാമനാമം ഇന്ന് പേര് മാറ്റി ജയ് ശ്രീറാം എന്നാക്കി. എന്താ രാമനാമവും ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം ഒരു വ്യത്യാസം? ജയ് ശ്രീറാം എന്ന് പറയുന്നത് കലാപത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ്, മറ്റു പലക്കാരെ ആക്രമിക്കാനുള്ള മുദ്രാവാക്യമാണ്. ബാബരി മസ്ജിദ് ഇടിച്ചു പൊളിച്ച് താഴെയിട്ട് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ തകർത്ത് കുളം തോടുന്ന സമയത്ത് ഈ രാജ്യത്ത് മുഴങ്ങിക്കെട്ട മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം നമ്മൾ ജപിച്ച രാമനാമമല്ല. ആ മുദ്രാവാക്യം രാമനെ ആക്രമണത്തിനും അധികാരത്തിനും വേണ്ടിയിട്ട് ദുർവിനിയോഗം ചെയ്യുന്ന ദേശവിരുദ്ധ ശക്തികളുടെ ആക്രമണോത്സവമായ മുദ്രാവാക്യമാണ്. ഇപ്പൊ എന്താ കേരളത്തിലെ തെരുവിൽ നടക്കുന്നത്? ഞാൻ ഇതിനെ ടെലിവിഷനിൽ കണ്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി കൊല്ലത്തെ ബൈപ്പാസ് ഉദ്ഘാടന സമയത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോ കൊല്ലത്തെ സ്റ്റേഡിയത്തിൽ ശരണമയ്യപ്പ വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വാമിയെ ശരണമെന്ന് പറയുന്ന മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് അങ്ങേയറ്റത്തെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ട് 10-40 ദിവസം വ്രതമെടുത്തു പോകുന്ന ഒരു വിശ്വാസി, അവൻ ദൈവത്തിൽ അവനെ കാണുന്ന തത്വമസിയുടെ ഭാഗമായിട്ട് വിളിക്കുന്ന മുദ്രാവാക്യമാണ്. ശബരിമലയെ കുറിച്ച് പഠിക്കുന്നവർ അവിടെ എത്തിയാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി എന്നാണ്. എന്താ തത്വമസി എന്ന് പറയുന്നത്? ഞാൻ തന്നെയാണ് നീയും. നമ്മൾ രണ്ടാളും ഒന്നാ. ദൈവവും ഭക്തനും ഒന്നായി മാറുന്ന ശങ്കര തത്വശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നതാണ് തത്വമസി. ആ ദൈവത്തെ എന്നിൽ കാണാൻ കെൽപ്പുള്ള ആളുകളാണ് ശബരിമലയിലേക്ക് വ്രതം നോട്ടുപോയവർ.
ശബരിമലയിലേക്ക് വ്രതം നോറ്റ് കറുത്ത മുണ്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മളവരെന്താ വിളിക്കുക? നമ്മളവരുടെ പേര് പറഞ്ഞു. അവിടെ രാജനെന്നോ കുമാരനെന്നോ കുഞ്ഞനാഥനെന്നോ വിളിക്കില്ല. നമ്മളവനെ വിളിക്കും സ്വാമി എന്ന്. അവരെ കണ്ടാൽ പറയും സ്വാമി ശരണം, അവരിങ്ങോട്ടും പറയും സ്വാമി ശരണം. നമ്മുടെ നാട്ടാചാരമാണ്. ഇന്ന് ആ സ്വാമി ശരണമെന്ന് പറയുന്ന ശരണം വിളിയില്ലേ, ആ ശരണം വിളി ആക്രമണോത്സുകതയുടെ മുദ്രാവാക്യമായി മാറി. ആ ശരണം വിളിയോട് കൂടിയിട്ടാണ് പത്രക്കാരെ ആക്രമിക്കാൻ പോയത്. ആ ശരണം വിളിയോടെയാണ് തെരുവിൽ ആക്രമണത്തിന്, കടകൾ തീവെക്കാൻ, ബസ്സുകൾ തീവെക്കാൻ. എന്തേ ലക്ഷ്യം? അധികാരമാണ് ലക്ഷ്യം. ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയ്ക്ക് വിധേയമായി ജനാധിപത്യ പ്രക്രിയയിലൂടെ തങ്ങൾക്ക് അധികാരം കിട്ടുമെന്ന് കണ്ടാൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കുറുക്ക് വഴിയായിട്ട് വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ഉപയോഗിക്കുന്ന പ്രഹരമേറിയ മുദ്രാവാക്യമായിട്ട് സ്വാമി ശരണം എന്ന മുദ്രാവാക്യം തെരുവിലേക്ക് കൊണ്ടുപോയി ഈ അക്രമകാരികൾ വിനിയോഗിക്കുക. എന്തൊക്കെ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ശബരിമലയിൽ പോയി വന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. അവരുടെ വിശ്വാസത്തെ ഒന്നും ഒരു തരിമ്പ് പോലും അനാദരിക്കാൻ ഞാനില്ല. പക്ഷേ നിങ്ങളന്ന് ശബരിമലയിൽ പോയപ്പോൾ ശബരിമലയുടെ പേരെന്തായിരുന്നു? ക്ഷേത്രത്തിന്റെ പേരെന്തായിരുന്നു? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് പേര്. ആരാ പേര് മാറ്റിയത്? ഏത് ദേവപ്രശ്നത്തിനാണ് ആ പേര് മാറ്റിയത്? ആരും പറഞ്ഞോ പേര് മാറ്റിയത്? അവിടെ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിരുന്ന സമയത്ത് 2016 ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നത് മാറ്റിയിട്ട് അയ്യപ്പ ടെമ്പിൾ എന്ന് പേര് വെച്ചു. എന്തധികാരം? ഒരധികാരമില്ല. എന്താ ലക്ഷ്യം? അവിടെ വിഷയം. ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ സുപ്രീം കോടതിയിലെ കേസിലെ കക്ഷിയാണ്. ആ കേസ് തോറ്റുപോകുന്ന ഒരവസ്ഥ വന്നു. എന്തേ തോറ്റുപോകുന്നത്? ധർമ്മശാസ്ത്ര ക്ഷേത്രമാണെങ്കിൽ അവിടെ സ്ത്രീകൾ കയറാൻ പാടില്ല എന്ന് പറയാൻ ഒരു ചാൻസും ഇല്ല. ധർമ്മശാസ്ത്രം എന്ന് പറയുന്ന ദേവന് 2 ഭാര്യമാരുണ്ട്, ഒന്നല്ല 2 ഭാര്യമാർ, ഒരു മകനും. 2 ഭാര്യമാരും ഒരു മകനുമുള്ള ധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിലേക്ക് ഒരു കുടുംബിനിക്കോ യുവതിക്കോ കയറാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇതാ വാദം സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതിയിൽ ആ വാദം ജയിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ പേര് മാറ്റുന്നവരെ കുറിച്ച് എവിടെയും കേട്ടിട്ടുണ്ടോ? ഭരണഘടനാദത്തമായിട്ടൊരു ഭരണഘടനാ ബെഞ്ച്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ലോകം അറിയുന്ന പ്രശസ്തരായ 5 ജഡ്ജിമാർ ഇരുന്നിരിക്കുന്ന ഭരണഘടനാ ബെഞ്ചിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ പേര് മാറ്റിയിട്ട് സത്യവാങ്മൂലം കൊടുക്കുന്നതിനെ പറ്റി എന്തു പറയും? അവിടെയാണ് ദൈവത്തെയും ഇവർക്ക് വിശ്വാസമില്ല, ഭരണഘടനയും ഇവർക്ക് വിശ്വാസമില്ല. ദൈവവും വേണ്ട, ഭരണഘടനയും വേണ്ട, രാജ്യവും വേണ്ട, പിന്നെയോ അധികാരം വേണം. അധികാരത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഈ രാജ്യത്തിന്റെ അടിത്തറ തോണ്ടുന്നവരായി മാറാം. നിങ്ങൾ നോക്കി, കഴിഞ്ഞ ദിവസം ഒരു നേതാവിന്റെ പ്രസംഗം കേട്ടില്ല നിങ്ങൾ? സുപ്രീം കോടതി ജഡ്ജിമാർ എന്ത് വിധി പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഈ ഭരണഘടന എഴുതി ചേർത്തിരിക്കുന്ന പൗരാവകാശങ്ങളിലോ പൗരസ്വാതന്ത്ര്യങ്ങളിലോ മറ്റേതെങ്കിലും അനുച്ഛേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവകാശങ്ങളിലോ ലംഘനമുണ്ടായാൽ ആ ലംഘനം
5 തരത്തിലുള്ള റിട്ട് വഴി ഇടപെടാൻ അധികാരമുള്ള സംവിധാനമാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. അതിനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് ഇവരെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ അമ്പലം കിട്ടും. അത് ഒരു ന്യായവും. നിങ്ങൾ ആലോചിച്ചു, ഏത് വിശ്വാസമായിക്കോട്ടെ, ഇന്ത്യ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സ്വതന്ത്രമായിട്ട് അവന്റെ മതത്തിൽ വിശ്വസിക്കാൻ അവകാശം കൊടുക്കുന്നു ഭരണഘടന. ഒരാൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു, അവർ ഇസ്ലാം പള്ളി നിർമ്മിക്കുന്നു, മറ്റൊരാൾ പോയി പറയുന്നത് പൊളിക്ക്. അതിനപ്പുറത്തെ സ്ഥലമുണ്ട്, ഇപ്പുറത്തെ സ്ഥലമുണ്ട്. അവിടെ അമ്പലം പണിതാൽ ഏതെങ്കിലും ആരാധനക്ക് വിഘ്നം വരുമോ? ഒരു വിഘ്നം വരില്ല. ആരാധനക്ക് വിഘ്നം വരാതെ എന്തിനു വേണ്ടി പള്ളി പൊളിച്ചിട്ട് അതിന്റെ മേലെ തന്നെ എനിക്ക് ക്ഷേത്രം കെട്ടണമെന്ന് പറയുന്നു. അവിടെ ലക്ഷ്യം ഹിന്ദുവിനെയും മുസൽമാനെയും രണ്ടാക്കി കലാപം നയിച്ച് കലാപത്തിനൊടുങ്ങുന്ന രക്തത്തിലൂടെ ഈ രാജ്യത്തിന് അധികാരമാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇന്നിപ്പോ ഇന്നലെ പ്രധാനമന്ത്രി കൊല്ലത്ത് നമ്മളെ നോക്കി പാപികളുടെ നാടാണ് നിങ്ങളുടെ നാടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നിയില്ല. ഈ വാക്ക് മുമ്പ് കേട്ടു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അന്തമാൻ ജയിലിൽ അദ്ദേഹത്തെ അടച്ചു. അന്തമാൻ ജയിലിൽ വെച്ച് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് അദ്ദേഹം ഒരു കത്തെഴുതി കൊടുത്തു, മാപ്പപേക്ഷ. ആ മാപ്പപേക്ഷയിൽ പറഞ്ഞത് ഞാൻ മാത്രമല്ല, ഈ ഭാരതത്തിന്റെ യുവത്വമാകെ നാളെ ഈ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് വേണ്ടി പോരടിക്കാൻ തയ്യാറാകും. എന്നെ ഈ ജയിലിൽ നിന്ന് പുറത്തു വിട്ടാൽ അദ്ദേഹത്തിന്റെ പേരാണ് സവർക്കർ. ഈ രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനെതിരായിട്ട് പടവഹിക്കാൻ ഇത് അദ്ദേഹം പുറത്തു വന്നിട്ട് നടത്തിയ പ്രസംഗം നിങ്ങൾ കേട്ടോ. ഒരു വിഷമം കൂടാതെ പറഞ്ഞു, ഇന്ത്യൻ യുവത്വത്തിന്റെ ഊർജവും ഇന്ത്യൻ യുവത്വത്തിന്റെ സമയവും ബ്രിട്ടീഷുകാർക്കെതിരായുള്ള പോരാട്ടത്തിനല്ല വിനിയോഗിക്കേണ്ടത്. ബ്രിട്ടീഷുകാരെ പുറത്താക്കലല്ല ഇന്ത്യൻ യുവത്വത്തിന്റെ ആവശ്യം. അങ്ങനെ പ്രസംഗിച്ച ഒരാള് രാഷ്ട്രീയ ഗുരുവായി കാണുന്ന അദ്ദേഹം എന്ത് സ്വതന്ത്ര ഭാരതത്തെ കുറിച്ച് ചിന്തിക്കാൻ, ഏത് ഭരണഘടനയെ കുറിച്ച് ചിന്തിക്കാൻ? ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് അവിടെ ഭൂരിപക്ഷം കുറയുന്നു, തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യം ഈ നാട്ടിൽ വോട്ടാണ്. സാധാരണ വോട്ട് കിട്ടില്ല. ആ വോട്ടിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് കേരളത്തിൽ പിടികിട്ടാതിരുന്നാൽ രാമക്ഷേത്രത്തിന്റെ വിഷയം പോലെ നമ്മളെല്ലാവരും ആദരവോടെ കണ്ട രാമനാമത്തെ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയതുപോലെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ അവന്റെ മനസ്സിന് തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ ഉപയോഗിച്ച സ്വാമി ശരണമെന്ന അവന്റെ ഹൃദയത്തിൽ തൊട്ടവൻ വിളിച്ചിരുന്ന ശരണം വിളികൾ ഇന്ന് കേരളത്തിന്റെ വ്യത്യസ്ത തെരുവുകളിൽ കലാപത്തിനുള്ള ആയുധമാക്കി മാറ്റുന്ന മാറ്റമാണ് ഭരണഘടനയിലും ഭരണഘടനയിൽ വിശ്വസിക്കാത്തവരിലും കാണുന്ന പ്രത്യേകത. അവിടെയാണ് കാണേണ്ടത്. ഒരു ഭരണഘടനയും വേണ്ട, ഞങ്ങൾക്ക് അധികാരം വേണം. ഇത് തന്നെയാണ് അടിയന്തരാവസ്ഥയിൽ പറഞ്ഞത്. ഈ പറയുന്ന ആളുകൾ അടിയന്തരാവസ്ഥയിൽ നിൽക്കുന്നവരല്ലേ? എന്താ അടിയന്തരാവസ്ഥയിൽ പറഞ്ഞത്? ഞങ്ങൾക്ക് ഭരണഘടന വേണ്ട, ഞങ്ങൾ പൗരാവകാശം വേണ്ട. എപ്പോഴാ? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി പടിപടിയായിട്ട് ഈ രാജ്യത്ത് ഭരണത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടപ്പോൾ അവർക്ക് അധികാരം പിടിക്കാൻ ഉപകരണമാക്കിയത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ നിരാകരിച്ചുകൊണ്ട് അർദ്ധ ഫാസിസ്റ്റ് ഭീകരമായി ചടിച്ചേൽപ്പിക്കലാണ്. അതിലേക്കാണ് പതുക്കെ 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 ഈ രാജ്യം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത്.
പാർലമെന്റ് വിചാരിച്ചാൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയില്ല. നിയമസഭ വിചാരിച്ചാൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയില്ല. ഇന്ന് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയണമെങ്കിൽ ഈ രാജ്യത്തെ ജനത ഇതേക്കുറിച്ച് ചിന്തിച്ച് രാജ്യത്തെയും ഭരണഘടനത്തെയും നിയമവാഴ്ചയെയും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ മാത്രമേ ഇന്ത്യയിൽ നിയമവാഴ്ച ഉണ്ടാവുള്ളൂ, ഇന്ത്യൻ ജനാധിപത്യം ഉണ്ടാവുള്ളൂ, ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടുകയുള്ളൂ. നമുക്കറിയാം, ഇതൊന്നും കേട്ട് നിങ്ങൾക്കൊരു നിരാശയുമുണ്ട്. ഇന്ത്യ രാജ്യത്തെ ഭരണഘടന ഇതിനെയൊക്കെ അതിജീവിച്ചൊന്നാണ്. ഈ നാടിനെ ഒന്നാക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ അവർ ഒരുമിച്ച് നിന്നാൽ ഭരണഘടനയും സംരക്ഷിക്കപ്പെടും, ജനാധിപത്യവും സംരക്ഷിക്കപ്പെടും. ഇത്തരം വർഗീയ കടന്നാക്രമണങ്ങളെയും ഏകാധിപത്യ നിലപാടുകളെയും ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ നാടിന് മുന്നോട്ട് പോകാൻ കഴിയും. അതിലേക്ക് ഈ നാട് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് വരണമെന്നാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ വലിയ പുരസ്സരം നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. ഇത്രമാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭ്യർത്ഥന.